കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തുനിന്നും വിക്ഷേപിക്കാവുന്ന ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് ക്രൂസ് മിസൈലിന് ആവശ്യക്കാർ കൂടുകയാണ്. ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ ഭാഗമാണ് ബ്രഹ്മോസ്. വകഭേദങ്ങൾക്കനുസരിച്ച് 300 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിന് റഡാറുകളുടെയും മിസൈൽ വേദ തോക്കുകളുടെയും മിസൈലുകളെയും മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെയും റഷ്യൻ ഫെഡറേഷന്റെ NPO മെഷനോസ്ട്രോയേനിയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത്. 2007 മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് മിസൈൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കരാറിന് അന്തിമ രൂപമായെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഇന്തോനേഷ്യയ്ക്കും കൈമാറാനാണ് നീക്കം. ആഗോളതലത്തിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളിലൊന്നായ ബ്രഹ്മോസ് ഇന്തോനേഷ്യയ്ക്ക് നൽകുന്നതിനായി $450 മില്യൺ കരാറിനാണ് ഇന്ത്യ രൂപം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഇന്ത്യയുടെ ഈ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഫിലിപ്പീൻസ് വാങ്ങിയതും വാർത്തയായിരുന്നു. 2022 ഒപ്പുവെച്ച $375 മില്യൺ കരാറിന്റെ ഭാഗമായാണ് മിസൈലുകളുടെ കൈമാറ്റം നടന്നത്.